മിസ്റ്റർ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളും ഓണത്തിരക്കും ഒക്കെ? ഓണനാളുകളാണ് എല്ലാ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കലണ്ടറിലെ ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷകരവും ആഹ്ലാദഭരിതവുമായ ദിവസങ്ങളാണ് നമുക്കിടയിലൂടെ കടന്നുപോകുന്നത്. നാട്ടിലാകെ ആഘോഷമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് അധികമായില്ല, 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണത്തിന് നമ്മുടെ നാടിനെ ഒരുക്കാൻ, ജനങ്ങളെ സഹായിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് സാധിച്ചു. എല്ലായിടത്തും ഇപ്പോൾ ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായ വിവിധ പരിപാടികൾ, അതുപോലെ തന്നെ നാട്ടിലാകെ നമ്മുടെ സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളും ജനകീയ കൂട്ടായ്മകളും ഒക്കെ വിവിധ തരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് വളരെ സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു സന്ദർഭമാണ്. തിരുവോണം സമാഗതമായിരിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. നോക്കൂ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ദിവസം തൊട്ട് തുടങ്ങിയതാണ് വിവാദങ്ങൾക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പല പദ്ധതികളിലും പല തീരുമാനങ്ങളിലും ജനങ്ങളുടെ വലിയ കയ്യടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് UDF സർക്കാരിന്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അങ്ങ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? സർക്കാരുകൾ തുടർച്ചയാണല്ലോ. അപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പൊ ആ പ്രതീക്ഷകൾക്കൊത്ത് മുന്നേറാനുള്ള ശ്രമമാണ് ഇപ്പോ UDF സർക്കാർ, VD സതീശൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ വകുപ്പുകളും നല്ല രീതിയിൽ തന്നെ പുതിയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിലവിലുള്ള ഒരു സംവിധാനം, അത് ഓരോ വകുപ്പിലുമുള്ള ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിലെ ആ സിസ്റ്റത്തിലെ എല്ലാ വിഭാഗവും സാറ്റിസ്ഫൈഡ് ആവണം. അതോടൊപ്പം പിന്നെ പുതിയ പദ്ധതികളും പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ആ വകുപ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്, ചുമതലയേൽക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മെയ് 18-ാം തീയതിയാണ്. ജൂൺ 1-ന് സ്കൂൾ തുറക്കണം. പാഠപുസ്തകങ്ങളുടെ അച്ചടി പകുതിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സ്കൂൾ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ 10-12 ദിവസം കൊണ്ട് പാഠപുസ്തകത്തിന്റെ അച്ചടികൾ പൂർത്തിയാക്കാൻ, പ്രവേശനോത്സവം കൃത്യമായി എല്ലായിടത്തും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ, പിന്നെ അധ്യയനം തുടങ്ങുന്നതിന് മുമ്പുള്ള ചില ട്രാൻസ്ഫറും പോസ്റ്റിംഗും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളുകളുടെ ഫിറ്റ്നസ്, അതിലൊക്കെ ചില സങ്കീർണതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ജൂൺ 1-ന് അധ്യയനം തുടങ്ങി. ഇപ്പോ ഓണത്തിന് സ്കൂളുകൾ അടച്ചു. അതിനു മുമ്പ് തന്നെ ക്വാർട്ടർ എക്സാം, ഓണപരീക്ഷ നടത്തി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തടസ്സമോ മുടക്കമോ ഇല്ലാതെ നടത്താൻ സാധിച്ചു. ഓണാഘോഷം സ്കൂളുകളിൽ സംഘടിപ്പിച്ചു. ഓണത്തിന് സാധാരണ കൊടുക്കുന്നത് പോലുള്ള അരി വിതരണം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് എന്റെ കയ്യിൽ സുഭദ്രമാണ്, അതിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ട്രാക്കിലായി കഴിഞ്ഞു എന്നല്ലേ? അങ്ങനെയല്ല, അല്ല, ട്രാക്കിലായിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം. പിന്നെ വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ്. ഈ പറഞ്ഞ സാധാരണ രീതിയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു +1 സീറ്റുകളുടെ ക്ഷാമം. അതൊന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞൊരു പ്രശ്നം, സമൂഹത്തിലെ വലിയൊരു പ്രശ്നം. പിന്നെ വലിയ തോതിൽ ഒരു ഹോംവർക്ക് ചെയ്ത് നടപ്പാക്കാനുള്ള സമയവും സാവകാശവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും രൂക്ഷമായി ഹയർ സെക്കൻഡറി സീറ്റുകളുടെ കുറവുള്ള 4 ജില്ലകളിൽ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, ഈ 4 ജില്ലകളിലായി 120 പുതിയ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ച് 7200 കുട്ടികൾക്ക് കൂടി ഇത്തവണ +1 പ്രവേശനം അധികമായി സാധ്യമാക്കാൻ ഈ സമയത്തിനുള്ളിൽ സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒട്ടനവധി കുട്ടികളുടെ ആവശ്യപ്പെടുന്ന പരിഷ്കാരങ്ങൾ. ഇപ്പോ നമ്മുടെ +2 പരീക്ഷയുടെ കൂടെയാണ് +1ന്റെ ഇംപ്രൂവ്മെന്റ് നടന്നിരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി മാർച്ച് മാസത്തിൽ നടത്തുമ്പോഴുള്ള പ്രയാസങ്ങൾ പല കുട്ടികളും രക്ഷിതാക്കളും ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഞങ്ങൾ ആ +1ന്റെ ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിലേക്ക് അഡ്വാൻസ് ചെയ്തു. നേരത്തെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. അങ്ങനെ പിന്നെ അതുപോലെ നിരവധി ഗവൺമെന്റ് ഉത്തരവുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഓരോരുത്തരുടെയും ഓരോ പ്രദേശത്തു നിന്നുള്ള ആവശ്യങ്ങൾ പരിഗണിച്ച് ചെയ്യാൻ സാധിച്ചു. പിന്നെ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ +1 സീറ്റ് പോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ സ്ക്വയർ, ഇപ്പോ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ ഒരു കാലമാണ്. 100 ദിന കർമ്മ പരിപാടിയിൽ അങ്ങനെ ഒരു പദ്ധതി ഉൾപ്പെടുത്തി അതിലേക്കുള്ള സ്കൂൾ സെലക്ഷൻ പൂർത്തിയായി. ഇനി 5000-ൽ പരം സ്കൂളുകളിൽ ഈ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിനായി ഉള്ള ഡിജിറ്റൽ സ്ക്വയറുകൾ സ്ഥാപിക്കുകയാണ്. LP സ്കൂളുകളിൽ, പ്രാഥമിക സ്കൂളുകളിൽ, LP UP സ്കൂളുകളിൽ. അതുപോലെ തന്നെ ഹൈസ്കൂളുകളിൽ എറൈസ് എന്ന് പറഞ്ഞ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പരിചയപ്പെടുത്തുന്ന, റോബോട്ടിക് സയൻസിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം വരികയാണ്. അതുപോലെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം ഈ 100 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്കൂളുകളുടെ സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തി വിക്കിത്തോൺ എന്ന രൂപത്തിൽ അത് രേഖപ്പെടുത്തി അതിൽ നല്ല സ്കൂളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം, ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം എന്ന രീതിയിൽ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഈ 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കാനും ശാന്തമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ എല്ലാ കാര്യത്തിലും കുട്ടികൾ നമ്മളുമായി വളരെ കൃത്യമായ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പൊ വേൾഡ് കപ്പിന് അവധി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത സംഗതിയാണ്. സത്യത്തിൽ അത് കുട്ടികളുടെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ ആ വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു 4 ദിവസം മുമ്പ്, 4-5 ദിവസം മുമ്പ് എന്റെ 2 ഫോണുകളും നിലയ്ക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ഭാഗത്തുള്ള കുട്ടികളുടെ ആവശ്യമായിരുന്നു, ഞങ്ങൾക്ക് വേൾഡ് കപ്പ് കാണണം, അവധി വേണം. അപ്പൊ ലോകത്ത് തന്നെ ചിലപ്പോൾ വേൾഡ് കപ്പിന് അവധി കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്തായിരിക്കും. അങ്ങനെ ഒരുപാട് പദ്ധതികൾ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്ന് അങ്ങ് തന്നെ പറയുന്നു. പക്ഷേ മിനിസ്റ്റർ നോക്കൂ, ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് PM ശ്രീയിലാണ്. അങ്ങുൾപ്പെടെ നിയമസഭയിൽ അതിനെ എതിർത്തുകൊണ്ട് വിമർശനം ഉന്നയിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി വന്നു ചേർന്നിരിക്കുകയാണല്ലോ UDF സർക്കാരിന്. ആ രീതിയിലാണല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് അതിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷെ നോക്കൂ, ഇവിടെ UDF സർക്കാരും RSS അജണ്ടയ്ക്ക് കീഴടങ്ങുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ വരികയാണ്. അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ അങ്ങേക്ക്. എന്താണ് PM ശ്രീയിൽ ഇനി എടുക്കാൻ പോകുന്ന തുടർ നിലപാട്, ഭാവി പരിപാടികൾ? PM ശ്രീയിൽ രാഷ്ട്രീയവും നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട ഒരു കരാറാണ്. ആ കരാറിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം, റൈറ്റ് കേന്ദ്രത്തിന് മാത്രമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതിലൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ഉപസമിതി വെച്ചു. ഉപസമിതിയുടെ തീരുമാനം ഇതുവരെ ഫൈനലൈസ് ചെയ്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധിയുടെ അപ്പുറത്തേക്ക് ഈ PM ശ്രീയില് UDF സർക്കാരോ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പോ എന്തെങ്കിലും ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഇതിനിടയിൽ കേന്ദ്രം വിളിച്ച ഒരു യോഗത്തിന് പോയി. ആ യോഗത്തിലും അന്നിപ്പോ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്രത്തിൽ അന്ന് മന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. അവിടെയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് PM ശ്രീയും SSK ഫണ്ട് പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൈസ തരാനുള്ളതിനെ കൂട്ടിക്കുഴക്കാൻ പാടില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു നിലക്കും പഴയ ഗവൺമെന്റ് ചെയ്തതുപോലെ അവരുടെ പുറത്തൊന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോ രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞതുപോലെ ഒന്നും ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത് രണ്ടും കൂട്ടിക്കുഴക്കരുത്, മറ്റതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതിലൊരു തീരുമാനം വരാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട ഈ PM ശ്രീയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പക്ഷെ ഞങ്ങൾക്ക് നൽകേണ്ട 1500-ൽ പരം കോടി രൂപയുണ്ട്. അത് കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും പോലെ ഞങ്ങൾക്കും അതിന് റൈറ്റ് ഉണ്ട്. അത് നമ്മുടെ ധനകാര്യ വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ആ ഫണ്ട് ഞങ്ങൾക്ക് തരണം. അതിനെ PM ശ്രീയുമായിട്ട് കൂട്ടിക്കുഴക്കരുത്. അല്ലാതെ PM ശ്രീയുമായിട്ട് ഞങ്ങൾ രാജിയായി എന്ന് അവിടെ പോയി പറഞ്ഞിട്ടില്ല. ഇവര് ചെയ്തതുപോലെ ആരും കാണാതെ പോയി ഒപ്പിട്ടിട്ടുമില്ല. ഒപ്പിട്ട് ഒരു സർക്കാരിനെയും ഒരു സംസ്ഥാനത്തെയും പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഞങ്ങളിപ്പോഴും
അതിനൊന്നും ചെയ്തിട്ടില്ല. നിൽക്കുകയാണ്. ഉപസമിതിയെ നിങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഉപസമിതി പോലും ഇപ്പോൾ യോഗം ചേരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 100 ദിവസം കഴിയുകയാണ്. ഇതിങ്ങനെ ഡിലേ ആക്കി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇതിലൊരു തീരുമാനം അത് വൈകാതെ തന്നെ വരേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഫണ്ട് കിട്ടേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി. അപ്പോൾ ഫണ്ടും കിട്ടണം, ഈ പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ അത് ഒഴിവാക്കുകയും വേണം. അപ്പോൾ എന്തായിരിക്കും ആ ഡിസിഷൻ എന്നതിലാണ് ആളുകൾക്കുള്ള ഒരു വല്ലാത്തൊരാകാംക്ഷ. ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടി മുന്നണി തീരുമാനങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ആ കാര്യത്തിൽ ഉണ്ടാകുക. അതോടൊപ്പം ഈ പദ്ധതികളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണം എന്നുള്ളതും പ്രശ്നമാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ അനാവശ്യമായ നിബന്ധനകൾ വെക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നുമുണ്ട്. കാരണം ധനകാര്യ കമ്മീഷന്റെ തീരുമാനപ്രകാരം ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതങ്ങൾ കൊടുക്കണം. അതിന് വേറെന്തെങ്കിലും ഉപാധി വെക്കുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിന് ഭൂഷണമല്ല. അത് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും. പക്ഷെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകണ്ടേ? തീർച്ചയായും വേണം. നോക്കൂ മിനിസ്റ്റർ, ഈ 100 ദിവസങ്ങൾ നോക്കുമ്പോഴുണ്ടല്ലോ തുടരെ വിവാദങ്ങളാണ്. അത് PM ശ്രീയിൽ തൊട്ട് നിരവധി അത് മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയും അല്ലാതെ ഓരോ മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു, വിവാദങ്ങൾ വരുന്നു. ഇതൊക്കെ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നിങ്ങളായി തന്നെ ഒരു വടിയെടുത്തു കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ PM ശ്രീയിലായാലും അതുപോലെ തന്നെ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതായാലും വന്ദേമാതരത്തിലായാലും അങ്ങനെ നിരവധി വിവാദങ്ങളുണ്ടായി. പ്രതിപക്ഷം അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നെന്ന അഭിപ്രായമുണ്ടോ അങ്ങേക്ക്? അല്ല, പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഈ കേരളം ഏറ്റവും മാതൃകാപരമായ ഒരു മതേതര സമീപനം ആ കാര്യത്തിൽ സ്വീകരിച്ചില്ലേ? ഇവിടെ എന്തെങ്കിലും പുതിയത് നടന്നു? എന്തൊക്കെയായിരുന്നു പ്രചരണം? അത് PM ശ്രീ പോലെ തന്നെ ഞങ്ങളായിട്ട് അതിൽ പുതിയതൊന്നും ചെയ്തിട്ടില്ലാത്ത മാത്രമല്ല, വളരെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ ചടങ്ങുകൾ നടന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിലെ ചടങ്ങുകൾ ഇത്തവണയും നടന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നു? അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ഫാസിസത്തോടും അതുപോലുള്ള വർഗീയ അജണ്ടകളോടും രാജിയാകുന്ന സമീപനമല്ല. അത് ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്നിലും കണ്ടോ? ഇപ്പൊ വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? അത് റിസൾട്ടാണല്ലോ നോക്കേണ്ടത്. റിസൾട്ട് നോക്കൂ. അതേപോലെ ഓരോ കാര്യത്തിലും അത് കാണാം. ഇപ്പോ ഓണക്കാലമാണ്. വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഓണച്ചന്തകളും ഓണം ഫെയറുകളും ഒക്കെ വളരെ സമ്പന്നമല്ല. ആർക്കും അഭിപ്രായമില്ലാത്ത ഇവിടെ ബോധപൂർവം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരുണ്ടാക്കുന്ന പ്രശ്നമല്ലാതെ ഓണക്കാലം ഇത്ര സമൃദ്ധമായ വർഷം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗങ്ങൾക്കും പെൻഷനും ആനുകൂല്യങ്ങളും പ്രത്യേക ഭത്തകളും ഒക്കെ നൽകിയില്ലേ? അപ്പൊ ഗവൺമെന്റ് പരമാവധി നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിവാദങ്ങൾ ചിലരുണ്ടാക്കും. വിവാദത്തിന്റെ വഴിക്ക് പോകും. അല്ല, അതി ഉണ്ടാകുന്ന തരത്തിലുള്ള ചില മുറുമുറുപ്പുകൾ, വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അങ്ങനെ ലീഗ് മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും യോഗങ്ങൾ ചേരാറുണ്ട്. ഈ 3 മാസത്തിനിടയിൽ ചേർന്നിട്ടുണ്ട്. 2 തവണയിൽ കൂടുതൽ ചേർന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവായിട്ട് പലപ്പോഴും അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ വിളിച്ചു ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്ത് വിഷയമാണുള്ളത്? പരസ്പരം ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പറയാം, ഇടപെടാം. ബഹുമാനപ്പെട്ട തങ്ങളും ഞങ്ങളുടെ സെക്രട്ടറി PM സലാം സാഹിബും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ ഞങ്ങളുടെയും ഗവൺമെന്റിന്റെയും തന്നെ ലീഡർഷിപ്പിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഒരു ആശയവിനിമയം നടത്തിയിട്ടാണ് ഓരോ കാര്യത്തിലും തീരുമാനമെടുത്തു പോകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായ മീറ്റിംഗുകൾ ചേർന്ന് മണിക്കൂറുകൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാത്തവർ പറയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടും വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പ്രചരിപ്പിക്കുന്നതാണ്. ലീഗിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ശരി. എന്തായാലും 100 ദിവസമേ ആയുള്ളൂ. ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട്. ഒരു 4-4.25 വർഷത്തോളം മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നന്നായി പോകാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങേക്കിപ്പോൾ? അല്ല, തീർച്ചയായും ഈ ഗവൺമെന്റിന് നല്ല മാൻഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ നിയമസഭയിലായിരുന്നാലും ഒക്കെ നല്ല ഒരു ശക്തിയാണ് ഈ ഗവൺമെന്റിനുള്ളത്. ജനപിന്തുണയുണ്ട്. 10 വർഷക്കാലത്തെ ഭരണത്തിൽ മനം മടുത്ത ജനതയാണ്. എന്റെ അഭിപ്രായത്തിൽ പലയിടത്തും രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളെ പിന്തുണച്ചതും അധികാരത്തിൽ കൊണ്ടുവന്നതും. ഇപ്പോ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷനുകൾ
അതൊക്കെ ജനത്തിന് നല്ല അഭിപ്രായമുള്ള സംഗതിയാണ്. പുതിയ തലമുറക്ക് പ്രത്യേകമായി താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ നമ്മുടെ സമുദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സമുദ്ര തീരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന പുതിയ വികസന സാധ്യതകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ ടൂറിസം സാധ്യതകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ നിലവിലുള്ള വ്യവസായങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിലൊക്കെ ജനത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ, ഇപ്പൊ ഞങ്ങളൊക്കെ ആശയവിനിമയം നടത്താറുണ്ടല്ലോ മന്ത്രിസഭയിലെ എല്ലാവരുടെയും ഒരു ആ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതൊരു സത്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി. പക്ഷെ ഈ 3 മാസത്തിൽ ആ പ്രതിസന്ധി കൊണ്ട് ഒരു കാര്യവും നടക്കാതിരുന്നിട്ടില്ല. പ്രതിസന്ധി പറഞ്ഞൊന്നും മാറ്റിവെച്ചിട്ടുമില്ല. പക്ഷെ അതിലൊക്കെ നമ്മളൊരു ശ്രദ്ധ കാണിക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതുപോലുള്ള ദുർവ്യയങ്ങളൊന്നും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ ഒരു ശ്രദ്ധയോടുകൂടി ഈ നമ്മൾ ഒരു നല്ല കൃത്യമായ ഒരു അജണ്ട, ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നല്ല മാറ്റങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിക്കും.